ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ പഴയതുപോലെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങളോടുള്ള ആ മാനസികമായിട്ടുള്ള ആ ഒരു അടുപ്പം ഇപ്പോഴും ആ വ്യക്തിക്ക് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളെ അവര് പഴയതുപോലെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളോടുള്ള അവരുടെ ആ മാനസികമായിട്ടുള്ള അടുപ്പം ഇപ്പോഴും ആ ഒരു വ്യക്തി സൂക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ആ ഒരു അട്രാക്ഷൻ, എനർജി, ആ ഒരു കണക്ഷൻ ഇപ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, നിങ്ങളെ അവര് പഴയതുപോലെ അതേ രീതിയിൽ, ആ പഴയ രീതിയിൽ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പഴയതുപോലെ തന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് സ്ട്രെങ്ത് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് 2 of Wands ആണ്. ദെൻ 8 of Pentacles നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, 2 of Swords കിട്ടുന്നുണ്ട്. 6 of Pentacles കിട്ടുന്നുണ്ട്. പേജ് ഓഫ് സോഡ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഏസ് ഓഫ് വാൻഡ്സ് ആണ് പിന്നെ വന്നിട്ടുള്ള കാർഡ്, ഏസ് ഓഫ് വാൻഡ്സ്. ദെൻ ജസ്റ്റിസ് കാർഡ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 7 of Pentacles നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, 4 of Swords കിട്ടുന്നുണ്ട്. ദ മൂൺ കാർഡ്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ് ദ എംപ്രസ് കാർഡാണ്. അതുപോലെ തന്നെ മാസ്റ്റർ കാർഡ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ 8 of Cups ആണ് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ പഴയതുപോലെ സ്നേഹിക്കുന്നുണ്ടോ, അതായത് നിങ്ങളോടുള്ള ആ ഒരു മാനസിക അടുപ്പം ഇപ്പോഴും അവർക്കുണ്ടോ, ഈ ഒരു വ്യക്തിക്കുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് സ്ട്രെങ്ത് കാർഡാണ്. ഈ ഒരു സ്ട്രെങ്ത് കാർഡ് പറയുന്നത് ഈ വ്യക്തിയുടെ ഫീലിങ്സുകൾ പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അവരുടെ ആ ഒരു ഫീലിങ്സുകളെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പുറത്തേക്ക് അധികമൊന്നും പ്രകടിപ്പിക്കാത്തത് കൊണ്ട് സ്നേഹം ഇല്ല എന്ന് ഇവിടെ അർത്ഥമാക്കുന്നില്ല. അവർക്ക് സ്നേഹമുണ്ട് നല്ല രീതിയിൽ എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 2 of Wands ഉണ്ട്. അതുപോലെ തന്നെ ഓക്കെ, 2 of Wandsന്റെ കൂടെ തന്നെ നമുക്ക് ഓക്കെ പേജ് ഓഫ് സോഡ്സ്, പേജ് ഓഫ് സോഡ്സിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഈ രണ്ട് കാർഡുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ രണ്ട് കാർഡുകൾ പറയുന്നത് അവരിപ്പോഴും നിങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനായിട്ട് ആഗ്രഹിക്കുകയും ഒരു ക്യൂരിയോസിറ്റി ഒക്കെ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ നേരിട്ട് സംസാരിക്കാതെ തന്നെ അകലെ നിന്ന് നിരീക്ഷിക്കുന്ന ഒരു എനർജീസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അകലെ നിന്ന് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്, പക്ഷെ നേരിട്ട് വന്നിട്ട് നിങ്ങൾ എങ്ങനെയാണോ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിത് എംപ്രസ് കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഒരു മാനസിക അടുപ്പം ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതിന്റെ ഒരു ആൻസർ ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഈ എംപ്രസ് കാർഡാണ്. ഈ എംപ്രസ് കാർഡ് ഈ ഒരു റീഡിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാർഡുകളിൽ ഒന്നാണ്. നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ മനസ്സിലെ സ്ഥാനം ഇന്നും വിലപ്പെട്ടതാണ്. നിങ്ങൾ നൽകിയ ആ ഒരു കരുതലും സ്നേഹവും അവരൊരിക്കലും മറന്നിട്ടില്ല. അതുകൊണ്ട് മാനസികമായിട്ടുള്ള ഒരു ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു കാർഡുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 2 of Swordsന്റെ കാർഡ് ഉണ്ട്. അതുപോലെ തന്നെ 4 of Swordsന്റെ കാർഡ് ഉണ്ട്. 2 of Swords, 4 of Swords, ഇങ്ങനെ രണ്ട് കാർഡുകൾ വന്നിട്ടുണ്ട്. ഇവിടെ വലിയൊരു ആശയക്കുഴപ്പമാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമില്ല. ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ശരിയാകുമോ എന്നുള്ളൊരു സംശയം, അല്ലെങ്കിൽ ഇനി ഒത്തിരി വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് അവർക്ക്. ചിലപ്പോൾ മനസ്സിന് വിശ്രമം നൽകാനായിട്ട് അവർ കുറച്ച് അകലം പാലിക്കാനുള്ള അങ്ങനെ കുറച്ച് അകലം പാലിച്ചിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ഈ ഒരു സൈലൻസ് നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ളത്. തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ കൊണ്ടായിരിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ 8 of Pentacles ഉണ്ട്. അതുപോലെ ഏസ് ഓഫ് വാൻഡ്സ് ഉണ്ട്. ഈ ഒരു കാർഡുകൾ
പുതിയൊരു തുടക്കത്തിനുള്ള ഒരു സാധ്യതയും ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നുള്ള ഒരു ആഗ്രഹത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ അത് പ്രവൃത്തിയായി മാറാനായിട്ട് അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാനായിട്ട് രണ്ട് വശത്തു നിന്നും ശ്രമം അത്യാവശ്യമാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും എഫേർട്ട് ഇടണം, നിങ്ങളുടെ പേഴ്സണും എഫേർട്ട് ഇടണം. എങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ മുന്നോട്ട് വരികയുള്ളൂ എന്നാണ് കാണുന്നത്. അതുപോലെ നമുക്കിവിടെ ജസ്റ്റിസ് കാർഡ് കാണുന്നുണ്ട്, 6 ഓഫ് പെന്റിക്കിൾസിന്റെ ഒരു കാർഡ് കാണുന്നുണ്ട്. ഈ വ്യക്തി ഇപ്പോൾ കാര്യങ്ങളെ വളരെ യുക്തിപരമായിട്ട് വിലയിരുത്തുകയാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ട് പോകണമെങ്കിൽ ഇവർക്കും തുല്യമായ ഒരു സ്നേഹവും റെസ്പെക്റ്റും ശ്രമവും എഫേർട്ടും ഒക്കെ ആവശ്യമായിട്ട് വേണം എന്നുള്ളതാണ് അവരുടെ മനസ്സിലെ ഒരു ചിന്ത. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇതിൽ ജസ്റ്റിസ് കിട്ടണം എന്ന് അവർ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവർ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ആ ഒരു എഫേർട്ടിനനുസരിച്ച് നിങ്ങളുടെ എഫേർട്ട് ചെല്ലുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണൽ എനർജിയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 7 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. അവരിപ്പോ ഈ ഒരു കാത്തിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അതായത് കാത്തിരുന്നുകൊണ്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ്. സമയം എന്ത് മാറ്റം കൊണ്ടുവരുമെന്ന് അവർ നിരീക്ഷിക്കുന്നത് പോലെയാണ്. പെട്ടെന്നുള്ള തീരുമാനങ്ങളെക്കാൾ ഒരു ക്ഷമയോടെ ഇവിടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു മൂൺ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഉള്ളിൽ ഇപ്പോഴും പലതരത്തിലുള്ള വികാരങ്ങളും ഭയങ്ങളും പറയാതെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് മിസ് ചെയ്യുന്നുണ്ടെന്നല്ല, നല്ല രീതിയിൽ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അത് തുറന്നു പറയാനായിട്ട് മടിയോ അല്ലെങ്കിൽ ചില ആശയക്കുഴപ്പങ്ങളോ അല്ലെങ്കിൽ സിറ്റുവേഷൻ കൊണ്ടോ എന്തോ കാര്യങ്ങൾ കൊണ്ട് അവരിങ്ങനെ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയാതെ അല്ലെങ്കിൽ നിങ്ങൾ അറിയിക്കാതെ നിൽക്കുന്നതായിട്ടുള്ള എനർജീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ്, അതായത് മാസ്റ്റർ കാർഡ് നമുക്ക് വന്നിട്ടുള്ളത് 8 ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. ഇവിടെ ഒരു പ്രധാന സന്ദേശമുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എന്ന് പറയുന്നത്. പുറമേ നോക്കുമ്പോൾ അവര് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത് പോലെ നമുക്ക് തോന്നാം. എന്നാൽ അതുകൊണ്ട് എല്ലാ വികാരങ്ങളും ഇല്ലാതായി എന്ന അർത്ഥമില്ല. കാരണം അവര് എല്ലാം മറന്ന് മുന്നോട്ട് പോകുന്നത് പോലെയൊക്കെ പുറമേ നിന്ന് നോക്കുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ്, അവരുടെ ലൈഫ് ഭയങ്കര ഹാപ്പിയാണ്, നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല എന്നൊരു രീതിയിലൊക്കെ ആയിരിക്കും അവർ പോകുന്നത്. പക്ഷെ അവർക്ക് അവിടെ നിങ്ങളോട് ഫീലിങ്സുകൾ ഇല്ല എന്നതിനർത്ഥമില്ല. ചിലപ്പോൾ ആ ഒരു വേദനയിൽ നിന്ന് രക്ഷപ്പെടാനോ സ്വയം ശാന്തമാകാനൊക്കെ ആളുകൾ ചിലപ്പോൾ അകന്നു നിൽക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം ഈ ഒരു സൈലൻസ് അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഇതിനിടയിൽ വന്നിട്ടുള്ളതിന് കാരണം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഈ ഒരു കാർഡുകളുടെ മൊത്തത്തിലുള്ള സന്ദേശം നോക്കുമ്പോൾ പഴയതുപോലെയുള്ള ആ വികാരങ്ങളുടെ ഒരു കാര്യം നോക്കുവാണെങ്കിൽ ഇപ്പോഴും അവരുടെ മനസ്സിൽ ആ ഒരു പഴയ ഫീലിങ്സ്, നിങ്ങളോട് ആ ഒരു പഴയ സമയത്ത് എത്ര സ്നേഹം ഉണ്ടായിരുന്നോ ആ അതേ രീതിയിലുള്ള ഒരു സ്നേഹം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ആ ഒരു സ്ട്രെങ്ത് കാർഡ്, എംപ്രസ് കാർഡ്, പേജ് ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് വാൻസ്, ഇതെല്ലാം മാനസികമായിട്ട് വളരെയധികം അടുപ്പം ഉള്ള ഒരു വ്യക്തികളുടെ എനർജിയാണ്. അടുപ്പം പൂർണ്ണമായിട്ട് നഷ്ടമായിട്ടില്ല എന്നുള്ളൊരു സൂചന തന്നെയാണ് നമുക്ക് നൽകുന്നത്. അതേസമയം തന്നെ നമുക്കിവിടെ 2 ഓഫ് സോർഡ്സ് ഉണ്ട്, 4 ഓഫ് സോർഡ്സ് ഉണ്ട്, മൂൺ കാർഡ് ഉണ്ട്, 8 ഓഫ് കപ്സ് ഉണ്ട്. ഈ കാർഡുകൾ കാരണം അവരിപ്പോ തുറന്ന് ഇത് പ്രകടിപ്പിക്കാതെ ആ ഒരു മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുകയും ആശയക്കുഴപ്പത്തിലേക്കും അതുപോലെ തന്നെ പ്രശ്നങ്ങളിലേക്കും മനസ്സിന്റെ ഓവർ തിങ്കിങ്ങുകളിലേക്കൊക്കെ പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിന്റെ ഒരു ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ നമ്മളിവിടെ ചോദിച്ചതും ആ പണ്ടുണ്ടായിരുന്ന ആ ഒരു സ്നേഹമൊക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പോഴും നിങ്ങളോടുണ്ടോ, ആ ഒരു അടുപ്പമൊക്കെ അവർ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന ആൻസർ. മാനസികമായിട്ടൊരു ബന്ധവും ഓർമ്മയും ഇപ്പോഴും കാണുന്നു, പക്ഷെ അത് ഇപ്പോ തുറന്ന് പറയുന്നതിനേക്കാൾ അവർ ഉള്ളിൽ സൂക്ഷിക്കുകയും എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയും ചെയ്യുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോകുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണ് യൂണിവേഴ്സിനോട്, ഓക്കെ ഇനി എനിക്ക് എന്താണ് ഈ ഒരു കാര്യത്തിൽ ചെയ്യാനായിട്ട് പറ്റുക എന്ന് നമ്മളിപ്പോൾ യൂണിവേഴ്സിനോട് ചോദിക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് ഒന്ന് നോക്കാം. ഈ ഒരു സെയിം കാർഡുകൾ വെച്ചിട്ട് നമുക്കിവിടെ 4 ഓഫ് സോർഡ്സ് ഉണ്ട്, 2 ഓഫ് സോർഡ്സ് ഉണ്ട്. ഈ 2 കാർഡുകൾ എടുക്കാം. ഈ 2 കാർഡുകൾ വെച്ചിട്ട് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അവരെ പിന്തുടരുകയോ സമ്മർദ്ദം ചെലുത്തുകയോ ചെയ്യരുത് എന്നാണ്. അതായത് ഇപ്പൊ അവർക്കൊരു സമയവും വ്യക്തതയും ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു സ്പേസ് വേണം എന്ന് അവർ ചിന്തിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ തുടർച്ചയായിട്ട് നിങ്ങൾ ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുന്നത് അവരെ കൂടുതൽ അകറ്റാനായിട്ട് ഇടയാക്കും. ഒരു വെറുപ്പ് അവിടെ സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ നിരന്തരമായിട്ട് കോൾ ചെയ്യുകയോ മെസ്സേജ് ഇടുകയോ അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുന്ന രീതിയിൽ സമ്മർദ്ദം ചെലുത്തുകയോ ചെയ്യരുത് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. സെക്കൻഡ് നമുക്ക് കിട്ടുന്നത് ഇവിടെ നമുക്ക് സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾ കുറച്ച് സ്ട്രെങ്ത് ആകാനായിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ ആത്മവിശ്വാസവും മാനസിക ശക്തിയും വളർത്തുക.
നിങ്ങളുടെ സന്തോഷം ഒരാളുടെ തീരുമാനത്തെ മാത്രം ആശ്രയിച്ചല്ല ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിലേക്ക് നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളെ തന്നെ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് മാറ്റുക എന്നുള്ളതാണ് യൂണിവേഴ്സിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ജസ്റ്റിസ് കാർഡും 6 ഓഫ് പെന്റിക്കിൾസും പറയുന്നത് ഈ ഒരു ബന്ധം മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടുപേരുടെയും ശ്രമം ഒരുപോലെ ആവശ്യമാണ്. നിങ്ങൾ മാത്രം ശ്രമിക്കുന്ന അവസ്ഥ ആരോഗ്യകരമായ ഒരു കാര്യമല്ല. ഇപ്പൊ നിങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി എഫോർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ തന്നെ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ആ ഒരു വ്യക്തിക്കും കൂടി തന്നെയുള്ള സ്പേസ് കൊടുക്കുക എഫോർട്ട് ഇടാനായിട്ട്. പിന്നെ 7 ഓഫ് പെന്റിക്കിൾസ് കാണിക്കുന്നത് കാത്തിരിപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡ്. അതിജീവിതത്തോടു കൂടി മുന്നോട്ടേക്ക് കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ജീവിതം നിർത്തിവെക്കുക എന്നതിനർത്ഥമില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ അതിജീവിച്ച് നിങ്ങളുടെ ജോലി, പഠനം, കുടുംബം, പ്രശ്നങ്ങള്, സുഹൃത്തുക്കള് ഇവയെല്ലാം ശ്രദ്ധ കൊടുക്കുക നിങ്ങൾ. എന്നിട്ട് അതോടൊപ്പം തന്നെ മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഏസ് ഓഫ് വാൻഡ്സ് ഒരു പുതിയ തുടക്കത്തിന് സാധ്യതയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. അങ്ങനെ സംഭവിച്ചാൽ ആ ഒരു പഴയ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനോടെ മാത്രം മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക എന്ന യൂണിവേഴ്സിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക, പക്ഷെ കാത്തിരിപ്പ് നിങ്ങളുടെ ജീവിതത്തെ തടഞ്ഞു നിർത്തരുത്. അതോടൊപ്പം തന്നെ അവരുടെ ലൈഫിനെയും നിങ്ങൾ അതിലേക്ക് ചെന്ന് അവർക്കൊരു സമ്മർദ്ദം കൊടുക്കരുത്. അവര് തിരിച്ചു വരുമോ ഇല്ലയോ എന്നതിനേക്കാൾ നിങ്ങൾക്ക് സമാധാനവും ആത്മാഭിമാനവും നൽകുന്ന തീരുമാനങ്ങളാണ് നിങ്ങൾ ആദ്യം എടുക്കേണ്ടത്. ആ ഒരു കാര്യമാണ് യൂണിവേഴ്സിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നതാണ് നമ്മളോട് നോക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെസ്സേജ് നോക്കാം. മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. എൻ്റെ സ്നേഹം ഒരു കണ്ടീഷനും ഇല്ലാത്തതാണ് എന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ദിസ് ടൈം ഐ എം നോട്ട് റെഡി, ഗീവ് മീ ടൈം. ഓക്കെ, ഈ ഒരു സമയത്ത് അവരൊട്ടും റെഡി അല്ല എന്ന്, അതാണ് നമുക്ക് റീഡിങ്ങിലും കിട്ടിയിട്ടുള്ളത്. അവർക്കൊരു കുറച്ച് റെഡി അല്ല, അവർക്ക് കുറേയേറെ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് കുറച്ചും കൂടി സമയം വേണം എന്നവർ പറയണം. ഐ എം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. ഓക്കെ, ആ ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് വീണ്ടും അവർ പറയണം. ഐ ഫീൽ എംപ്റ്റി വിതൗട്ട് യു, ഐ ആം ചേഞ്ചിങ് ആൻഡ് ലേണിംഗ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് നൗ. ഓക്കെ, ഈ ഒരു സമയത്ത് അവർക്കൊരു ശൂന്യത നിങ്ങളില്ലാത്തതുകൊണ്ട് അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ ഒത്തിരി മാറി, ഒത്തിരി ഹാർഡായിട്ടുള്ള ലെസൺസ് എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചു, ഒത്തിരി അതിനെ തുടർന്ന് എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ഈ ഒരു പേഴ്സൺ പറയുകയാണ്. യു ആർ മൈ ഹാപ്പിനെസ്. നിങ്ങളാണ് അവരുടെ ഒരു സന്തോഷം, അവരുടെ ലൈഫിലെ സന്തോഷം നിങ്ങളാണ് എന്നവർ പറയുന്നുണ്ട്. ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് us ടുഗദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ. ഫ്യൂച്ചറിൽ നമ്മൾ ഒരുമിച്ച് ചേരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നീ വിചാരിക്കുന്നതിനേക്കാൾ അധികമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. ഐ വിൽ കോൾ യു സൂൺ. ഓക്കെ, പെട്ടെന്ന് തന്നെ അവരുടെ അടുത്ത് നിന്നൊരു കോള് വരും എന്നുള്ളതാണ്. എവറി മൊമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രീഷ്യസ് ഫോർ മീ. ഓക്കെ, നിങ്ങളോടൊപ്പം ചിലവഴിച്ച ഓരോ നിമിഷവും അവരെ സംബന്ധിച്ച് ഒത്തിരി വിലപ്പെട്ടതാണ് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് ഇടുന്നത് 639 എന്ന് പറയുന്ന നമ്പറാണ്. ടുമോറോ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്ലവേഴ്സ്, ഈ ഒരു റിലേഷൻഷിപ്പിന് ഫ്ലവേഴ്സുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. 1985 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ ഇസഡ്, ലെറ്റർ എസ്. ചോക്ലേറ്റ് ലവർ, ചോക്ലേറ്റ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. നമ്പർ 3 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം. കുക്കിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 51 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 33 നമുക്ക് കിട്ടുന്നുണ്ട്. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. ലെറ്റർ ഐ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റൈഡർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. പെറ്റ് ലവർ, പെറ്റിനെയൊക്കെ സ്നേഹിക്കുന്ന വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. സെപ്റ്റംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റൈഡിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1975 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 32 കിട്ടുന്നുണ്ട്. ബ്രൗൺ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ. നമ്പർ 25 ആക്ടിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1987 റോസ് കളർ,
നമ്പർ 12, നമ്പർ 37 ഇടുക്കി ജില്ലയിൽ നിന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അല്ലാന്നുണ്ടെങ്കിൽ ഇടുക്കി ജില്ലയ്ക്ക് റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കാം. ബേക്കർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലൈക്സ് ട്രാവലിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. ഐസ്ക്രീം ലവർ, ഐസ്ക്രീം ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ഓഗസ്റ്റ് മന്ത്, 1977, നമ്പർ 53, 1991, നമ്പർ 50. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പും കൊണ്ട് തന്നെ ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.